പയറ് വന്നിട്ട് പറിച്ചാലും തീരുന്നില്ല. അത്രയ്ക്ക് പയറായിരുന്നു എനിക്ക്. ഈ കൊല്ലം ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇത്രയും പയറ് ഞാൻ പറിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ പയറും അതുപോലെ തന്നെ എല്ലാ കൃഷിയിലും കുരുമുളകും അതേമാതിരി തന്നെ. ചായക്കടിച്ചിട്ട് ചായക്കും മെച്ചമുണ്ട്. ചായ നല്ല കറുപ്പായിട്ട് നിൽക്കണം. ഞങ്ങൾ ഒരു വളം അടിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല ഇതുവരെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിനേഷ്. സമതയുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് അഗ്രോ പ്രൊഡക്റ്റുകളാണ്. നമ്മൾ വർഷങ്ങളോളം 10-30 വർഷം കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുരുമുളക് വള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കൃഷികൾക്ക് കുരുമുളക് വള്ളി എന്നല്ല, ഒരുവിധം എല്ലാ വിളകൾക്കും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന 100% റിസൾട്ട് കിട്ടുന്ന ഇന്ത്യ ഗ്രോന്റെ അഗ്രോ പ്രൊഡക്റ്റുകളും ആ പ്രൊഡക്റ്റുകൾ ഒരു മാസം മുമ്പ് ആ കൃഷി സ്ഥലത്ത് ആ ഉണങ്ങിയ കൊടികൾക്കെല്ലാം ഇട്ട് കൊടുത്തു. അതിനുശേഷം കിട്ടിയിരിക്കുന്ന റിസൾട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അതിമനോഹരമായ വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ ആദ്യ അവസാനം കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക. ഇപ്പം നമ്മളീ കാണാൻ പോകുന്നത് ഈ കൃഷി സ്ഥലത്ത് ആദ്യം ഇതിന് വളം ഇട്ട് കൊടുക്കുന്നിടം തൊട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം നമ്മുടെ ഭൂവസ്ത്ര എന്ന് പറയുന്ന സാധനം കൊടിച്ചോട്ടിലേക്ക് ഇടാൻ പോവാണ്. ഇത് ഭൂവസ്ത്ര ഇതിൻ്റെ ഉള്ളിൽ കാണിക്കും സാറേ. ഇതെങ്ങനെ തരിതരിയായിട്ടാണ് ഈ ഭൂവസ്ത്ര ഉള്ളത്. ഇതെങ്ങനെ പൊട്ടിച്ച പാക്കറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഭൂവസ്ത്ര കൊടിക്കിടുന്ന ഇതാ സാർ എടുത്തു. എത്ര എടുത്തുണ്ട് സാറേ? ഏകദേശം ഇത് വളരെ കൊടി ആദ്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു മിനിറ്റ് സാറേ. കൊടി ഈ വളരെ ശോഷിച്ച് ഇതുണ്ടോ മുഴുവൻ പഴുത്ത് നിൽക്കുന്ന ഒരു കൊടിയാണ്. നമ്മളിപ്പോൾ അതിന് തന്നെയാണ് ഇടുന്നത്. ആ കൊടിക്കാണ് ഇടുന്നത്. എത്ര എടുത്തുണ്ടാവും സാറേ? ഒരു 30 ഗ്രാം ഇടുന്നു അല്ലേ? ഇങ്ങനെ അങ്ങനെ വെറുതെ വെതറി കൊടുക്കുന്നേ ഉള്ളൂ. ചെറിയൊരു നനവുണ്ട്. ഇന്നലെയൊക്കെ മഴ പെയ്ത സ്ഥലമാണ്, അതുകൊണ്ട് ചെറിയ നനവുണ്ട്. ആ നനവുള്ള ഇടത്തൊന്ന് വിതറി കൊടുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ കൊടികളുടെ ഭാഗങ്ങളിലേക്ക് ഒന്ന് നിസ്സാരമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുന്നു. ആ ഉണങ്ങിക്കഴിഞ്ഞ കുരുമുളക് വള്ളിയുടെ ചോടൊന്ന് വൃത്തിയാക്കിയിട്ട് ഒരു 30 ഗ്രാം ഭൂവസ്ത്ര നമ്മൾ അതിന് ചുറ്റും വെതറി കൊടുത്തു. ഇനി ആ മണ്ണ് അതിലേക്ക് തിരിച്ചൊന്ന് തട്ടി ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ, ആ തണുപ്പോടെ നിലനിർത്താനായിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഗ്രോ മാജിക്കും MI സ്പ്രേയും കൂടി ചേർത്തിട്ട് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഗ്രോ മാജിക്ക് കലക്കി അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെവി റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ ഈ തോട്ടത്തിൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റിസൾട്ട് കിട്ടിയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന് അടുത്തൊരു കൊടിക്കും കൂടിയാണ് ഞങ്ങളിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതും കൂടി നോക്കാം. ഇപ്പൊ നമ്മൾ കരിഞ്ഞുണങ്ങി പോവാറായ ഒരു കൊടിക്കാണ് ഇട്ടത്. ഇനി അതുപോലെ തന്നെ കുറച്ച് ഇലകളൊക്കെ ഉണ്ട്, പഴുത്ത് തുടങ്ങിയ ഒരു ഇല കൊടിക്കും കൂടി ഇടുകയാണ്. കാരണം ഈ 2 തരത്തിലുള്ള കൊടിക്ക് ഇടുമ്പോൾ അതിന്റെ 2 റിസൾട്ട് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇടുന്നത്. നമുക്ക് അതിനും കൂടി ഒന്ന് ഇട്ട് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കൊടിയുടെ ചോടൊന്ന് വൃത്തിയാക്കിയിട്ട് കൊടിയുടെ ചുറ്റും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടിയും അത്ര നല്ല കൊടിയൊന്നല്ല, ഏകദേശം ഇലകളൊക്കെ പഴുത്ത് തുടങ്ങി ഒരു അവശനായ കൊടി തന്നെയാണ്. ഈ 2 കൊടിക്കാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഈ തോട്ടോടമയെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ കൊടികൾക്കും മറ്റെല്ലാത്തിനും ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേരിനെയാണ് ഇപ്പൊ ബൂസ്റ്റ് ചെയ്യുന്നത്. വേരിൽ വരുന്ന ഫംഗസ് വൈറസുകളൊക്കെ വേര് കുറെ വളർന്നിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ കൊടി ഇത്രയും ഹൈറ്റ് ഉള്ള കൊടിക്ക് ഇത്രയും ഭാഗത്ത് ഫുൾ വേരുണ്ടാവും. ഈ സൈഡിൽ നിന്നൊക്കെ മഞ്ഞ ഇലകൾ പഴുപ്പ് പതിച്ചു തുടങ്ങിയതല്ലോ. ഇതുണ്ട് ആ സൈഡിലൊക്കെ മഞ്ഞ ഇലകൾ വന്നിട്ടുണ്ട്. ഈ 2 കുരുമുളക് വള്ളിക്ക് എങ്ങനെ ഇടണമെന്ന് കാണിച്ചിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തിന്റെ ഉടമയെ മണിയേട്ടനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള പോകുന്നു. ഇതിനോട് കണ്ടിന്യൂ ഞാൻ ഇട്ടിരിക്കുന്ന ഇപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കിട്ടിയ റിസൾട്ടും കാര്യങ്ങളുമാണ്. നമുക്കത് നോക്കാം. ഒരു മാസം മുമ്പ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത മണിയേട്ടന്റെ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മണിയേട്ടന്റെ ഭാര്യയും മോനും മരുമോളുമാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ